ഹായ്, ദിസ് ഇസ് മിഥിൽ സർ. ദിസ് ഇസ് എപ്പിസോഡ് 1 ഓഫ് എങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യുക, ഞങ്ങൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് എടുത്തത് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് പല പല സംഭവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് ഒരുപാട് ഡെസേർട്സ് എല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഡെസേർട്സിന് നല്ലൊരു ബ്രാൻഡിന്റെ അവൈലബിലിറ്റി ഞങ്ങൾ കണ്ടില്ല മാർക്കറ്റിൽ. അങ്ങനെ കാണാതിരുന്ന സമയത്ത് അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിനാണ് ആക്ച്വലി ഞങ്ങളൊരു ഇന്ത്യൻ ഡെസേർട്സിന്റെ ബാക്കിലേക്ക് ഞങ്ങൾ പോകാമെന്നുള്ളതും അതോടൊപ്പം ഇന്ത്യൻ ഡെസേർട്സിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പം അത്യാവശ്യം നല്ല ബാംഗ്ലൂർ ഭാഗത്തൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് ഗുൽഗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അവൈലബിളും അല്ല. അങ്ങനെ അതൊക്കെ കണ്ട സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്ക് ഗുൽഗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ബാക്കി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പിന്നീട് ആഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഗുൽഗണ്ട് എന്നുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അപ്പൊ ഇനി നിങ്ങൾ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് വലിയ മെനൂസ് ഒന്നും ആയിട്ട് തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒറ്റ ഐറ്റത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഇപ്പൊ ഞങ്ങൾ ചെയ്ത പോലെ. ആൻഡ് അതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു സെയിൽസ് കൺവേർട്ട് ആയതിനു ശേഷം ബാക്കി ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആൻഡ് എന്റെ ജീവിതത്തിൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ലൊക്കേഷൻ. എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്, റൈറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.